സെൻട്രൽ സ്ക്വയർ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് കാര്യവട്ടം ക്യാമ്പസിന് പുറത്തുള്ള ഭാഗമാണ്. അവിടെ വെച്ച് ഇവിടെ ഒരു 20-25 30 വരുന്ന SFIയുടെ പ്രവർത്തകരെന്നല്ല അവരെ പറയേണ്ടത്, ഗുണ്ടകൾ തന്നെയാണ്. SFIയുടെയും DYFIയുടെയും പുറത്തുള്ള ഈ ഒരു CPIഎമ്മിൻ്റെയൊക്കെ ഗുണ്ടകൾ തന്നെയാണ് അവരെ ആക്രമിക്കാൻ വന്നതും. അവരെ അവിടെ നിന്ന് വലിച്ച് കയറ്റി കോളേജിനകത്തോട്ട് കൊണ്ടുപോയുണ്ടായി. അദ്ദേഹത്തിനെ എഴുതി മേടിക്കുകയുണ്ടായി. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഞങ്ങൾ അടിച്ചിട്ടില്ല, ഞങ്ങൾ മർദ്ദിച്ചില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുകയുണ്ടായി. ഇപ്പം ഇതൊന്നും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നിരന്തരമായിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പല പ്രാവശ്യം നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിരവധിയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം DYFIയെക്കുറിച്ച് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ പത്രത്തിൽ വരുന്ന കാര്യം തന്നെ, ഓരോ ദിവസവും എല്ലാ പത്രവും നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നിരന്തരമായിട്ട് ഒരു ദിവസം ഒരു പത്രത്തിൽ മിനിമം ഒരു പേജിലെങ്കിലും DYFIക്കോ SFIക്കോ എതിരെ ഇതുപോലെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. നമുക്കിപ്പോൾ സാൻജോസിനെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ? സാൻജോസിനെ നമുക്ക് പ്രവർത്തകർക്ക് കയറി കാണാൻ സാധിക്കും. ഇപ്പം ഔട്ട്സൈഡേഴ്സിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ, അനുമതി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട് സാൻജോസിൻ്റെ ഒരു അവസ്ഥ? സാൻജോസ് ഷോൾഡറിന് പെയിൻ ഉണ്ട്, ഷോൾഡറിനും ആ ബാക്ക് ഭാഗത്തും വേദന ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സാൻജോസിന് തലകറക്കമുണ്ട്. അതുപോലെ തന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി സാൻജോസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ബ്രെയിനിൻ്റെ റിപ്പീറ്റ് CT എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ ആയിരുന്നു. എന്താണ് കോളേജിൽ ഉണ്ടായ സംഭവം ഒന്ന് പറയാമോ? കോളേജിലെന്ന് പറയുമ്പം സാൻജോസ് എന്ന് പറഞ്ഞാൽ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൽ KSUവിൻ്റെ യൂണിറ്റ് ഇട്ട് വളരെ നന്നായിട്ട് അടുത്തിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സാൻജോസ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ SFIക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടപ്പുള്ളി ആയിരുന്നു. കാരണം ഇപ്പം കോളേജ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്ത ആ ദിവസം തന്നെ ഏകദേശം 18ഓളം ഫ്ലക്സുകളാണ് KSU ഇന്നേ വരെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ അവിടെ നിർമ്മിച്ചത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ആയിക്കോട്ടെ, സോണിയാഗാന്ധിയുടെ ആയിക്കോട്ടെ, അംബേദ്കറിൻ്റെ ആയിക്കോട്ടെ, അപ്പം KSUവിൻ്റെ ഒരു 18-19ഓളം ഫ്ലക്സുകൾ അവിടെ നിരന്തരം ഒരു കൊടികളും അതുപോലെ തന്നെ കൊടിത്തോരണങ്ങളും നിരവധിയായിട്ട് അവരവിടെ സ്ഥാപിക്കുകയുണ്ട്. അപ്പോൾ ഇതിലിവർക്കൊരു കലി ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രി ഒരു 9 മണി കഴിഞ്ഞ് 10 മണി ആ ഒരു സമയത്ത് സാൻജോസും അതുപോലെ തന്നെ ഒരു KSUവിൻ്റെ സഹപ്രവർത്തകൻ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ പോവുകയുണ്ടായി. അതായിരുന്നു സാഹചര്യം. അവിടുന്ന് ആ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന സമയം സെൻട്രൽ സ്ക്വയർ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് കാര്യവട്ടം ക്യാമ്പസിന് പുറത്തുള്ള ഭാഗമാണ്. അവിടെ വെച്ച് ഇവിടെ ഒരു 20-25 30 വരുന്ന SFIയുടെ പ്രവർത്തകരെന്നല്ല അവരെ പറയേണ്ടത്, ഗുണ്ടകൾ തന്നെയാണ്. SFIയുടെയും DYFIയുടെയും പുറത്തുള്ള ഈ ഒരു CPIഎമ്മിൻ്റെയൊക്കെ ഗുണ്ടകൾ തന്നെയാണ് അവരെ ആക്രമിക്കാൻ വന്നതും. അവരെ അവിടെ നിന്ന് വലിച്ച് കയറ്റി കോളേജിനകത്തോട്ട് കൊണ്ടുപോയുണ്ടായി. കോളേജിനകത്ത് പോയിട്ട് അവിടെ വെച്ചായിരുന്നു ആക്രമണം നടന്നത്. ആക്രമണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും പുറകിലിടിക്കുകയും നെഞ്ചിലിടിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ എഴുതി മേടിക്കുകയുണ്ടായി. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഞങ്ങൾ അടിച്ചിട്ടില്ല, ഞങ്ങൾ മർദ്ദിച്ചില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം പാടില്ല. ഇനി KSUമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം ക്യാമ്പസിനകത്ത് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൊന്നുകളയുന്നതിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ജീവന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. സംഘടനാ പ്രവർത്തനം മാത്രമല്ല, KSUവിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും അവിടെ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ആക്രമിച്ച വിവരം, ഈ മർദ്ദിച്ച വിവരം പുറത്തു പറയുകയാണെങ്കിൽ കൊന്നുകളയുമെന്നൊരു ഭീഷണി തന്നെ SFIയുടെ ഈ ഗുണ്ടകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെ നടന്നത്. പിന്നെ സാൻജോസ് തന്നെ പറഞ്ഞു, അതായത് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ആൾക്കാർ, SFIക്കാർ തന്നെ വീണ്ടും അവിടുത്തെ ഹോസ്റ്റലുകളിലും കോളേജിലും ഒക്കെ കറങ്ങി നടന്ന് ഇത്തരത്തിൽ KSUക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, ആക്രമിക്കുന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന്. ഞാനതാണ് പ്രഥമ ദൃഷ്ടിയിൽ നിങ്ങളോട് പറഞ്ഞത്. കാരണം ഇത് SFIയുടെ ക്യാമ്പസിലെ പ്രവർത്തകർ മാത്രമല്ല, അവരോടൊപ്പം പുറത്തു നിന്നുള്ള DYFIയുടെ CPIഎമ്മിൻ്റെയൊക്കെ ഗുണ്ടകളാണ്. അവർ വിദ്യാർത്ഥികളെന്ന് തന്നെ നമുക്ക് അഭിസംബോധന പറയാൻ പറ്റില്ല. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും അതിൽ ഈ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് ഭാഗമായിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ SFI നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഗവർണർക്കോ ചാൻസലറോ അല്ലെങ്കിൽ VC അങ്ങനെ പരാതി കൊടുത്തിട്ടില്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം, ഇന്നലെ വയനാട് കൊയിലാണ്ടി കോളേജിൽ നടന്ന സംഭവം നിങ്ങൾക്കറിയാം. അവിടെ പ്രിൻസിപ്പളിന്, KSUക്കാർക്ക് നേരെയല്ല, പ്രിൻസിപ്പളിനെതിരെ വരെ SFIക്കാരെ അതിക്രമം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമല്ല. SFIയുടെയും ഈ ഒരു സംഘടനയുടെയും ഈ അക്രമവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ക്രൂര രാഷ്ട്രീയമൊക്കെ നിരന്തരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്, വാർത്തകളിൽ നിങ്ങൾക്ക് ബൈറ്റ് ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ട് ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഇതൊന്നും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നിരന്തരമായിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം പ്രതിപക്ഷ നേതാവ് തന്നെ പല പ്രാവശ്യം നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നാളെ നിയമസഭ കൂടാനിരിക്കുന്നു, അദ്ദേഹം അടിയന്തരമായിട്ട് ഇത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട്
കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നു, നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KSU ഒരുപാട് മാസികകളിലായാലും നമ്മൾ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഇടിമുറി SFIയുടെ വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ സാൻജോസ് പറയുന്നു കാര്യവട്ടത്തും അത്തരത്തിൽ ഇടിമുറികൾ ഉണ്ട്. ഇപ്പം കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി, അവിടെ നെയ്യാറ്റിങ്കര മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കോളേജുകളും, ഇപ്പം വയനാട് വെറ്റിനറി കോളേജിലെ സംഭവം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന എൻ്റെയും കൂടെ അയൽവാസിയായ ചെറുപ്പക്കാരനാണ്. എനിക്ക് ആ ഒരു സിദ്ധാർത്ഥൻ്റെ വീടുമായിട്ടും സിദ്ധാർത്ഥിൻ്റെ ആ ഒരു ഏരിയ ആയിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ള വ്യക്തി. നെടുമങ്ങാടിൽ നിന്ന് 5 കിലോമീറ്റർ പോയാൽ മതി എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം ബന്ധമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ കോളേജിലുള്ളതുപോലെ എല്ലാ കോളേജിലും SFIക്ക് ഇതുപോലുള്ള ഇടിമുറികളും എല്ലാം ഉണ്ട്. അവർക്ക് അതിനുള്ളൊരു ഇങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ലീഡർഷിപ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സാൻജോസ് വെളിപ്പെടുത്തിയിരുന്നു ഈ SFIയുടെ ഭാഗത്ത് നിന്ന് കോളേജിലെ പെൺകുട്ടികൾക്ക് നേരെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന്. അതിപ്പം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എം ജി യൂണിവേഴ്സിറ്റി കോട്ടയത്ത് വെച്ച് സ്വന്തം സഹപ്രവർത്തകർ തന്നെ പുറകിൽ നിന്ന് ആക്രമിക്കുകയും അച്ഛനില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അറിയാം. അപ്പം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗർഭിണിയായ അനുഭവ എന്ന മദേഴ്സിൻ്റെ കാര്യം, അപ്പം നിരവധിയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം DYFIയെ കുറിച്ച് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ പത്രത്തിൽ വരുന്ന കാര്യം തന്നെ, ഓരോ ദിവസവും എല്ലാ പത്രവും നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നിരന്തരമായിട്ട് ഒരു ദിവസം ഒരു പത്രത്തിൽ മിനിമം ഒരു പേജിലെങ്കിലും DYFIക്കോ SFIക്കോ എതിരെ ഇതുപോലെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. ഒരു ദിവസം പത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കൂ? അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും പത്രത്തിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരിക്കും, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം. അത് സ്വാഭാവികമായിട്ട് ഇപ്പം നിരന്തരമായിട്ട് ഈ തുടർച്ചയായിട്ടുള്ള ഭരണം കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാനാകാത്ത വിധം നമ്മുടെ സമൂഹത്തിന് ചോദ്യം ചെയ്യാൻ ആകുന്നില്ല എന്നൊരു പ്രതിയിൽ അധികാരത്തിൻ്റെ ഒരു ഉദാസീനതയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണിതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനകത്തിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഈ മർദ്ദിച്ച സംഭവമായിട്ട് പ്രതിഷേധിച്ച് ശ്രീകാര്യത്തേക്ക് നിങ്ങളൊരു പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ ആ പ്രതിഷേധം നടത്തിയ KSUക്കാർക്കെതിരെയാണ് ആദ്യം പോലീസ് കേസെടുത്തത്. SFIക്കാർക്കെതിരെ നിങ്ങൾ കൊടുത്ത പരാതിയിൽ പിന്നീടാണ് പ്രതിഷേധം ശക്തമായതിനു ശേഷമാണ് പോലീസിന് നടപടിയെടുത്തത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം ശ്രീകാര്യത്ത് ഇപ്പം ഈ ഒരു സംഭവം, സാൻജോസിൻ്റെ ഈ ഒരു സംഭവം ക്യാമ്പസിൽ വെച്ച് നടന്ന ആ സമയത്ത് തന്നെ പോലീസിൻ്റെ പെട്ടെന്നൊരു ഇടപെടലുണ്ടായി. നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് റെനി പോലീസിനെ കൃത്യമായ സമയത്ത് തന്നെ വിളിച്ചറിയിക്കും. പെട്ടെന്ന് തന്നെ പോലീസ് എത്തിയതുകൊണ്ട് മാത്രമാണ് സാൻജോസിന് അധികമൊന്നും ഇപ്പം കാണുന്ന നിലയിൽ നമുക്ക് സാൻജോസിനെ കിട്ടിയത്. അപ്പോൾ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തുകയും പോലീസ് അവിടെ നിന്ന് 2 കൂട്ടരെയും കൂട്ടിക്കൊണ്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് വരികയാണ് ചെയ്തത്. ആ ഒരു സന്ദർഭം ഇന്നലെ ഞാൻ എൻ്റെ അമ്മാവനെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞൊരു 30 ദിവസമായിട്ട് പുള്ളി അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് CSI മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് രാത്രി 12 മണിക്കാണ് വന്നത്. ആ സമയത്ത് തന്നെ മാറിവാനിയസിലെ യൂണിറ്റ് പ്രസിഡന്റും മാഗസിൻ സെക്രട്ടറിയും KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിർമ്മലൊക്കെ എന്നെ കോൾ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ നല്ല ഉറക്കത്തില്ല, കാരണം ഒരു മാസമായിട്ട് ഞാനിവിടെ രാത്രി അമ്മാവനോടൊപ്പം ഇവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വന്നിടന്ന് ഉറങ്ങിപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോൾ എനിക്കൊരു 4-5 കോൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ പ്രവർത്തകർ ആ സമയത്ത് എന്നെയും കൂടെ ചേർത്തുകൊണ്ട് വിളിച്ചുകൊണ്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ രാവിലെ അറിയുന്നത് ഇവർ കൂടെ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞത്. KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിർമ്മൽ സെബാസ്റ്റ്യൻ, മാഗസിൻ എഡിറ്റർ ഋഷി, അതുപോലെ തന്നെ യൂണിറ്റ് പ്രസിഡന്റ് ആദി എന്നിവർ. കാരണം അവർക്ക് നേരെയും ഈ സാൻജോസിനും സഹപ്രവർത്തകനും ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയ ആ വഴിമധ്യ തന്നെ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് ആക്രമിച്ച് ഇവരെ തിരിച്ചിവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഇവിടെ വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇന്ന് രാവിലെയാണ് വളരെ ലേറ്റായിട്ടാണ് കേസെടുക്കുന്നത് KSUവിൻ്റെ. അതത്രയും നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ വിൻസെൻ്റ് MLA ഒക്കെ ഇടപെട്ട് നമ്മുടെ ലീഡർഷിപ്പ് സ്ട്രോങ് ആയിട്ട് ഇടപെട്ടതിന് ശേഷമാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ വന്നത്. അല്ലെങ്കിൽ കേസ് എടുക്കാൻ തന്നെ ഒരു തരം ഇപ്പം SFIക്കെതിരെ കേസ് എടുത്തൊക്കെ തന്നെ എല്ലാവരും ഒരു അതിശയകരമായിട്ടാണ് പറയുന്നത്. കാരണം SFIക്കെതിരെ കേസ് എടുത്തല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത്രയും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ. കാരണം അത്രയും ലീഡർഷിപ്പിൽ നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ആ കേസ് തന്നെ എടുത്തത്. ഇനി എന്തായിരിക്കും KSUവിൻ്റെ തുടർന്നുള്ള ഈ സംഭവത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എന്താണ് ഇനി നിങ്ങളുടെ നീക്കം? എങ്ങനെയൊക്കെ ആയിരിക്കാം? KSU നമ്മൾ ശക്തമായിട്ട് ഇപ്പം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ നിഷ്ഠൂരമായി അടിച്ചൊതുക്കുക നോക്കി ഇപ്പം എന്തൊക്കെ KSUവിനെതിരെ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ പിന്നോട്ട് പോകാൻ
പിന്നോട്ട് പോകാൻ ഒരുക്കമല്ല. നമ്മൾ ജനാധിപത്യത്തിൻ്റെ മാർഗ്ഗത്തിൽ മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞ അഹിംസയുടെയൊക്കെ മാതൃക ചേർത്ത് പിടിച്ചുകൊണ്ട് നന്നായിട്ട് ഇപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു 50ഓളം ചെറുപ്പക്കാർ ഒരു മാർച്ച് നടത്തുകയുണ്ടായെന്നാണ് ഇപ്പം നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതുപോലെ നിരന്തരമായ സമരപരിപാടികൾ ഇത് സമൂഹത്തിനെ ഇത് ഈ SFI എന്ന് പറയുന്ന അല്ലെങ്കിൽ CPI എന്ന് പറയുന്ന ഗുണ്ടകൾ അവർ ചേർന്ന് ഇങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിനെ കാർത്തുനിന്നിരിക്കുന്ന ആ ഒരു വിഷയം നിരന്തരമായി ജനങ്ങളുടെ ഇടയിലോട്ട് പറയുകയും കുട്ടികളുടെ ഇടയിൽ അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം 24 വർഷത്തിന് ശേഷം മാറി വെനസിൽ നമുക്ക് കോളേജിൽ നിന്ന് പിടിക്കാൻ സാധിച്ചത്. ഇപ്പം കാര്യവട്ടത്തൊക്കെ നമ്മൾ എന്തായാലും വളരെ ശക്തമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 18ഓളം 19ഓളം KSUവിൻ്റെ ഒരു നീല വസന്തം തന്നെയായിരുന്നു കോളേജ് തുറ. ഇപ്പം കുട്ടികളോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അത്രയധികം നന്നായിട്ട് കോളേജുകളിൽ ഇവിടെ അക്രമത്തെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് ജനാധിപത്യ മാർഗ്ഗത്തിൽ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് സാൻജോസിനെ കാണാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ആരോഗ്യം വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടെയുള്ള ആൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സാൻജോസ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. ഒന്ന് സംസാരിക്കാറൊക്കെ ആകുന്ന ഒരു സമയത്തേക്ക് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ KSUവിൻ്റെ പ്രവർത്തകൻ തന്നെ കോളേജിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി പേരെങ്ങനെയാണ്? ജെബിൻ തന്നെ കോളേജിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞു. SFIക്കെതിരെ ശക്തമായ നടപടികളുമായും സമരപരിപാടികളുമായും KSUവും UDFും ഒക്കെ മുൻപോട്ട് പോകുമെന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് KSUവിൻ്റെ ഈ നേതാവ്. എന്തായാലും നമുക്ക് സാൻജോസിനെ കാണേണ്ടതുണ്ട്. സാൻജോസിനെ കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുമുണ്ട്.